എവറി 3 സെക്കൻഡുകൾ നമ്മൾ ഓരോ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ ക്രിപ്റ്റോ കറൻസി എന്നാൽ ഡീസെൻട്രലൈസ്ഡ് മണിയാണെന്ന്. അപ്പോൾ അവിടെ മിഡിൽ മാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ട്രസ്റ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരാൾ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത്? നമുക്ക് ട്രസ്റ്റ് വരണമെങ്കിൽ അത് നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. Web3 വരുന്ന ഈ കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും അടിപൊളി ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ബാങ്കിങ് സെക്ടർ നമ്മൾ പറയുന്ന ഒരു പ്രൈവറ്റായിട്ട് വരുന്ന, അതായത് ലിമിറ്റഡായ ആളുകൾ മാത്രമാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ എങ്ങനെയാണ്? അതൊരു പബ്ലിക് ലെഡ്ജറാണ്. സോ നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഇപ്പോൾ മോസ്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവിൻസ് ആവും. ഇത് നമ്മുടെ moscan.com, നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസുകളും ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം. ഇത് ജസ്റ്റ് ഒരു ഹാഷ് ടാഗുകളായിരിക്കും. ഇപ്പോൾ നമ്മളെ കോയിൻ ആർക്കൊക്കെ എത്ര ക്വാണ്ടിറ്റി, എത്ര ടൈം കൊണ്ട്, ഏതൊക്കെ സെൻഡ് റിസീവർ ആരാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഹാഷ് ടാഗ് കൊണ്ട് നമുക്കിത് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്ലോക്കുകൾ. നമ്മുടെ ഇതിൽ കാണാൻ പറ്റും എവറി 3 സെക്കൻഡുകൾ നമ്മൾ ഓരോ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എവറി 3 സെക്കൻഡുകൾ ഈ ബ്ലോക്കുകൾ മാറിക്കൊണ്ടിരിക്കും. സോ ഇതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി അത്ര അധികം സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം സെക്യൂർഡ് ആയിരിക്കുമെന്ന് പറയുന്നത്.